ബാലനായിരുന്നു. ആ സമയത്ത് ഒരു കെട്ടിടം ഒന്നും നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ ഒരു ആലയം അവിടെ ഇല്ല. ചിലപ്പോൾ അതൊരു കൂടാരമായിരിക്കാം. എങ്കിലും അവർ അവിടെ കടന്നു പോകുക ഒരു പതിവുണ്ടായിരുന്നു. Why? Because Solomon only built up the very big God's temple in Jerusalem. ഞാൻ ഇങ്ങനെ പറഞ്ഞതിന്റെ കാരണം ശലോമോനാണ് തന്റെ രാജഭരണത്തിൽ യെരുശലേമിൽ വലിയൊരു ആലയം യഹോവയ്ക്ക് വേണ്ടി പണിതത്. So the most important thing is that not to sacrifice. The important thing, they have to receive something from the Lord, right? Through the prophets, right? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവർ ദൈവത്തിന് വേണ്ടി യാഗം കഴിക്കുന്നതിനേക്കാൾ ഉപരി ദൈവത്തിൽ നിന്ന് പ്രവചനത്തിൽ കൂടി മറ്റേതെങ്കിലും തരത്തിൽ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുക എന്നുള്ളൊരു ഉദ്ദേശ ലക്ഷ്യമാണ് അവിടെ ഉണ്ടായിരുന്നത്. Why? Because they are preparing for the battle with Philistines or some other enemies. No, they are waiting for God's people to receive something from God, and they have to inform us. He knows very well, right? കാരണം നമുക്ക് നല്ലപോലെ അറിയാം, അവർ ഫിലിസ്തർക്കെതിരെ യുദ്ധത്തിനോ മറ്റുള്ള രാജ്യങ്ങൾക്കെതിരെ യുദ്ധത്തിന് പോകുമ്പോൾ അവർ ദൈവമക്കളിൽ നിന്ന് അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ നിന്ന് ദൈവത്തിന്റെ അരുളപ്പാട് ചോദിച്ച് ലഭിച്ച ശേഷമാണ് അവർ പോകുന്നത്. So not at all important for the sacrifice, Daganabali and Sarvang Daganabali. More than that, he understand one thing. The important thing of reaching to the God's temple is totally different. കാരണം അവർ ഒരു ഹോമയാഗമോ സർവാംഗയാഗമോ മറ്റുള്ള യാഗത്തിനേക്കാൾ എന്തുകൊണ്ട് ദൈവാലയത്തിൽ പോകണം എന്നുള്ളതിന്റെ ആവശ്യകതയെ പറ്റി അവർക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. Even in our life also, we may think like this. We sit together and Jagava Seri, Jagava Soma, Jagava Mako. We may think like this. We may praise like this. God is so much of happy. കാരണം നമ്മൾ ഇങ്ങനെ ചിന്തിക്കുമായിരിക്കും, യഹോവ യഹോവ ശാലോം, അങ്ങനെ പല പേരുകൾ പറഞ്ഞ് യഹോവ സ്തുതിച്ചാൽ യഹോവയ്ക്ക് ഭയങ്കര ദൈവത്തിന് സന്തോഷം ഉണ്ടാകും എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. If you use your own energy and praying for 1 hour, you may think God is so happy. നമ്മൾ നമ്മുടെ സ്വന്തം എനർജി, നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് ഉപയോഗിച്ച് 1 മണിക്കൂർ പ്രാർത്ഥിച്ചാൽ ദൈവം സന്തോഷിക്കുമെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, കരുതുന്നുണ്ടാകാം. Even today's young people, they are going for the DJ on Friday evening and Saturday evening. The same DJ is contracted in the churches. They are both the things, they are DJ only, right? കാരണം ചിലപ്പോൾ നമ്മുടെ യൗവനക്കാർ ഇപ്പോൾ വെള്ളിയാഴ്ച രാത്രിയും ശനിയാഴ്ച രാത്രി DJ നൈറ്റിന് ക്ലബ് നൈറ്റിന് പോകുമായിരിക്കും. ചിലപ്പോൾ അതേ DJ തന്നെയാണ് ഞായറാഴ്ചയും വരുന്നത്. അപ്പൊ 2 DJയും ഒന്നായിരിക്കാം. What is the difference between this DJ and that DJ? My daughter is telling like this. They are also having so much of sound in the speaker and so much of light, so much of dancing. The same things happen in the church. What is the difference between? I asked the question. കാരണം ഞാനിവിടെ ഒരു ചോദ്യം ചോദിക്കുന്നു, അവിടെ സെക്കുലറിൽ നടക്കുന്ന DJയും അവിടെ ആലയത്തിൽ നടക്കുന്ന DJയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എന്റെ മകളിന് ചോദ്യം ചോദിച്ചു. അവിടെയും സൗണ്ട് അധികമാക്കി കൂട്ടി വെച്ച് പാട്ടുകൾ പാടുന്നു, ഇവിടെയും സൗണ്ട് അധികമാക്കി കൂട്ടി വെച്ച് പാട്ടുകൾ പാടുന്നു. അതിന് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. Hey, my dear young people, I tell you and underline my word. This DJ is not at all produced by God. This is the style of the world. You not at all get anything. That's all. കാരണം എന്റെ പ്രിയ യൗവനക്കാരാ, ഞാൻ നിങ്ങളോട് അടിവരയിട്ട് പറയുന്നു, ഈ DJ ദൈവത്തിന്റെ ഒരു സൃഷ്ടിയല്ല. ഈ DJയിൽ നിന്ന് നിങ്ങൾക്ക് ഒന്നും പ്രാപിക്കാനും കഴിയുന്നതല്ല. You may tell like this. This is a boomer uncle. He doesn't know anything. He's not a 2000K kid. No, he is 70s kid. That's the reason he doesn't know what is the meaning of DJ. കാരണം നിങ്ങൾ എന്നോട് ചിലപ്പോൾ ചോദിക്കുമായിരിക്കാം, അല്ലെങ്കിൽ പറയുമായിരിക്കാം, നിങ്ങളൊരു 1970കളിലുള്ള തലമുറയല്ല, ഇന്നത്തെ 2000ത്തിലുള്ള തലമുറകളെ പറ്റി നിങ്ങൾക്കൊന്നും അറിയത്തില്ല, അതുകൊണ്ടായിരിക്കും നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം, പറയുന്നുണ്ടാകാം. I want to read a verse that ever lived on this that great wise man. He explained about your DJ. He explained here. ഇവിടെ ഈ സൃഷ്ടിക്കപ്പെട്ട ലോകത്തിൽ ജീവിച്ച ഏറ്റവും ജ്ഞാനിയായ ഒരു വ്യക്തി DJയെ പറ്റി പറഞ്ഞൊരു കാര്യത്തെ പറ്റി ഞാൻ നിങ്ങളോട് പറയട്ടെ. And not only the person, he was having the good and godly father catching the finger of a young boy, taking to the Lord's temple on every Saturday. കാരണം അവർ ഓരോ ശനിയാഴ്ചയും ആ പിതാവ് തന്റെ കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് ദൈവഭയത്തോടെ ദൈവഭക്തിയോടെ ആലയത്തിൽ വന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. He was watching the so many sacrifices, a number of cows, number of oxen, numbers of so many things was sacrificed to God. He was watching. Even then he was writing like this.
ആമേൻ. ഒരു എണ്ണമില്ലാതെയുള്ള യാഗങ്ങളും എണ്ണമില്ലാതെയുള്ള പശുക്കളും എണ്ണമില്ലാതെയുള്ള കാളകളെ യാഗം കഴിക്കുന്നതെല്ലാം ഇദ്ദേഹം കണ്ടിട്ടുണ്ട്. ഇദ്ദേഹം ഇതെല്ലാം നോക്കി ശ്രദ്ധിച്ചിട്ടുമുണ്ട്. You know, one thing, David was a person collecting the offering for God to save his in his bureau inside. So many bottlums are available. All things for God's temple, right? കാരണം ദാവീദ് തന്റെ ജീവിതത്തിൽ മുഴുവനും ദൈവത്തിന്റെ ആലയത്തിന് വേണ്ടി സകലവിധമായ കാഴ്ചകളും വാങ്ങി തന്റെ അരമനകളിൽ സൂക്ഷിച്ചു വെച്ചിരുന്നു. So Solomon understand what is the meaning of giving, what is the meaning of offering, what is the meaning of sacrifice. That is the reason he come to the conclusion. The book of Ecclesiastes is the conclusion of all he's watched in his life. കാരണം ഇപ്പോൾ ശലോമോന് നല്ലപോലെ മനസ്സിലാകും എന്താണ് സ്തോത്ര കാഴ്ച, എന്താണ് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് കൊടുക്കേണ്ടത്. എല്ലാത്തിനും അവസാനമായിട്ട് ഒരു കൺക്ലൂഷൻ എന്ന രീതിയിലാണ് സഭാപ്രസംഗി അദ്ദേഹം രചിക്കുന്നത്. See, the Ecclesiastes chapter 5 verse 1 says, as you enter the temple. ഇവിടെ സഭാപ്രസംഗി 5-ാം വാക്യം പറയുന്നു, ദൈവാലയത്തിലേക്ക് പോകുമ്പോൾ. As you enter for prayer. Okay, ദേവാലയത്തിൽ പ്രാർത്ഥനയ്ക്ക് ചെല്ലുമ്പോൾ, പോകുമ്പോൾ. As you enter for your worshiping God. ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി നിങ്ങൾ കടന്നു ചെല്ലുമ്പോൾ. As you go for anything for God's sake, you are going somewhere. As you enter. ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുവാൻ എന്ന നിലയിൽ നിങ്ങൾ പ്രവേശിക്കുമ്പോൾ. Keep your ears open and your mouth shut. In my Living Bible says. ഇവിടെ പറഞ്ഞിരിക്കുന്നു, ആകയാൽ നിന്റെ വാക്ക് ചുരുക്കമായിരിക്കട്ടെ. See, I read it in Tamil Bible, also in Malayalam also the same thing. நீ தேவாலயத்துக்கு போகும்போது உன் நடையை காத்துக்கொள். ദേവാലയത്തിലേക്ക് പോകുമ്പോൾ കാൽ സൂക്ഷിക്കുക. மூடர் பலியிடுவது போல பலியிடுவதை பார்க்கிலும் செவி கொடுக்க சேர்வதே நலம். മൂഢന്മാർ യാഗം അർപ്പിക്കുന്നതിനേക്കാൾ അടുത്ത് ചെന്ന് കേൾക്കുന്നത് നല്ലത്. Which is നല്ലത്? എന്താണ് ഇവിടെ നല്ലതായ എന്ന് പറഞ്ഞിരിക്കുന്നത്? ചെവി കൊടുക്ക ചേർവതേ നലം. ഇവിടെ പറഞ്ഞിരിക്കുന്നു അടുത്ത് ചെന്ന് കേൾക്കുന്നത് നല്ലത്. In other word, allow God to open your ears. That's all, right? മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നമ്മുടെ ചെവികൾ തുറക്കുവാൻ ദൈവത്തിന് അനുവാദം കൊടുക്കുക എന്നുള്ളതാണ്. Now we read in Living Bible. ഇവിടെ നമ്മൾ അടുത്തൊരു ലിവിംഗ് ബൈബിൾ വേർഷൻ വായിക്കട്ടെ. As you are enter the temple, keep your ears open and your mouth shut. ഇവിടെ പറയുന്നു, ദൈവസന്നിധിയിൽ ഒരു വാക്ക് ഉച്ചരിപ്പാൻ. Keep your ears open and mouth shut. First verse, right? நீ உன்னுடைய காதுகளை திறந்துகொள், உன் வாயை அடைத்துக்கொள். ഓക്കെ, ഞാൻ മൊത്തത്തിൽ വായിക്കുന്നു. അടുത്ത് ചെന്ന് കേൾക്കുന്ന നല്ലത്, പരിജ്ഞാനം ഇല്ലായ്മയാൽ അവർ ദോഷം ചെയ്യുന്നത്, അതിവേഗത്തിൽ ഒന്നും പറയരുത്. See, no brother, it is in the first word நடையை காத்துக்கொள். That is the meaning. Okay. Exact meaning of நடையை காத்துக்கொள். Okay, ദേവാലയത്തിൽ പോകുമ്പോൾ കാൽ സൂക്ഷിക്കാം. What is the meaning of that? Open your ears and mouth shut. ഇവിടെ അതിന്റെ അർത്ഥം എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ചെവികൾ തുറന്ന് വായുകൾ അടയ്ക്കുന്നതിനെ പറ്റിയാണ് പറയുന്നത്. Don't be a fool who does not even realize it is a sinful to make rash promise to God, for in heaven you are only here on the earth, and not your words is few. Just being too busy, give your right man. Continually, second word. ഓക്കെ, രണ്ടാമത്തെ വാക്യം പറയുന്നു, അതിവേഗത്തിൽ ഒന്നും പറയരുത്, ദൈവസന്നിധിയിൽ ഒരു വാക്ക് ഉച്ചരിപ്പാൻ നിന്റെ ഹൃദയം ബന്ധപ്പെടരുത്, ദൈവം സ്വർഗത്തിലും നീ ഭൂമിയിലുമല്ലോ, ആകിയാൽ നിന്റെ വാക്ക് ചുരുക്കമായിരിക്കട്ടെ. Okay, please read very carefully this word. When you are entering in the presence of God, നമ്മൾ ദേവാലയത്തിൽ കടന്നു ചെല്ലുമ്പോൾ what is the first step? എന്താണ് ആദ്യത്തെ ചുവട് നമ്മൾ വെക്കേണ്ടത്? ആദ്യത്തെ പടി എന്താണ് പറഞ്ഞിരിക്കുന്നത്? Don't be like a fool sacrifice, right? മൂഢന്മാർ യാഗം അർപ്പിക്കുന്നത് പോലെ അല്ല. What is exactly the foolishness according to this chapter 5:1?
അപ്പം അഞ്ചാം അധ്യായം 1-ാം വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ യാഥാർത്ഥികമായിട്ട് മൂഢന്മാർ എന്ന് പറഞ്ഞാൽ എന്താണ്? മൂഢത്തരം എന്ന് പറഞ്ഞാൽ എന്താണ്? Not to hear. That's all right. The ears is അപ്പം not open. ചെവികൾ തുറക്കപ്പെടുന്നില്ല, ഇല്ല കേൾക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. Why? Because the foolish man doesn't know what he is doing is wrong. தாங்கள் செய்கிறது தீமை என்று அறியாதிருக்கிறார்கள். കാരണം അവർ പറഞ്ഞിരിക്കുന്നു പരിജ്ഞാനം ഇല്ലാകിയാലല്ലോ അവർ ദോഷം ചെയ്യുന്നത്. Okay, I am asking the question directly to you. We understand what exact meaning of foolishness. നമുക്ക് മനസ്സിലായി മൂഢത്തരം എന്ന് പറഞ്ഞാൽ എന്ത് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. And then there is a evil thing also there now. What is the evil thing? അപ്പോൾ ദോഷം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അപ്പോൾ ദോഷം എന്ന് വെച്ചാൽ എന്താണ്? Exactly same thing. The ears are not open. The ears is closed. That is dosham, right? രണ്ടും വീണ്ടും പറയുന്നത് ഇവിടെ ചെവികൾ തുറക്കപ്പെടുന്നില്ല, ചെവികൾ അടയ്ക്കപ്പെട്ടിരിക്കുന്നത് തന്നെയാണ്. If you are the person not open your ears and not hearing anything from God, that is dosham, evil, and also foolishness, right? According to this word, right? ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നു, നമ്മുടെ ചെവികൾ തുറക്കപ്പെടുന്നില്ല എങ്കിൽ, നമ്മൾ തുറക്കുന്നില്ല എങ്കിൽ, ദൈവം അതിന് അനുവദിക്കുന്നില്ല എങ്കിൽ നമ്മൾ മൂഢരാണ്, ദോഷം ചെയ്യുന്നവരാണ്, ദോഷപ്രവർത്തികൾക്ക് ബാധ്യതയുള്ളവരാണ്. That is the reason the second word, the first word is talking about the temple. The second word is directly talking about the presence of God, right? ഇവിടെ ആദ്യത്തെ വാക്യം പറയുന്നു ദൈവാലയത്തെ പറ്റി പറയുമ്പോൾ, രണ്ടാമത്തെ വാക്യം നേരെ പറയുന്നത് ദൈവസന്നിധിയിൽ. You don't open your mouth to speak arrogantly, തുണീകരമായി. ദൈവസന്നിധിയിൽ ഒരു വാക്ക് ഉച്ചരിപ്പാൻ നിന്റെ ഹൃദയം ബന്ധപ്പെടരുത്. And then manam padari. ഓക്കെ, ആകയാൽ നിന്റെ വാക്ക് കഷ്ടപ്പാടിന്റെ ആധിക്യം കൊണ്ട്. യെസ്, മനം പതറി ഒരു വാർത്തയും சொல்லாமல். നിന്റെ ഹൃദയം ബന്ധപ്പെടരുത്. ഒരു ദൈവസന്നിധിയിൽ ഒരു വാക്ക് ഉച്ചരിപ്പാൻ നിന്റെ ഹൃദയം ബന്ധപ്പെടരുത്. ഹലോ DJ lovers, can you hear me? DJ സ്നേഹിക്കുന്നവരെ, എന്നെ കേൾക്കുന്നുണ്ടോ നിങ്ങൾ? Hello DJ lovers of 2000K kids, I am asking the question according to the old man, wise man telling manam padari tai tai என்று குதிச்சு ஒன்றும் சொல்லாமலும். It is written, right? കാരണം ഇവിടെ പറയുന്നു, ഏറ്റവും പഴയ ഒരു വ്യക്തി തന്റെ കാലത്തിൽ പറയുന്നു, നിന്റെ ഹൃദയം ബന്ധപ്പെടരുത്. Why? Because God is in heaven, you are in earth. So your words must be very, very, very little. കാരണം അതിന്റെ കാരണം ഇത്രയും ഉള്ളൂ, ദൈവം സ്വർഗത്തിലും നീ ഭൂമിയിലും ആകുന്നു. Your words very little. നിന്റെ വാക്കുകൾ ചുരുക്കമായിരിക്കട്ടെ. It is not the word of Solomon, the son of David. There is another son of David. Jesus also say the same thing. Do you think your prayer is so many words you are praying, God is hearing? ഇത് ശലോമൻ, ദാവീദിന്റെ മകനായ ശലോമന്റെ വാക്കുകൾ മാത്രമല്ല, ശലോമന് മറ്റൊരു മകനുണ്ട്, അത് യേശുവിന്റെ വാക്കാണ്. അത് യേശു പറയുന്നു, നിങ്ങൾ ഒത്തിരി ജൽപ്പനം ചെയ്യുന്നത് കൊണ്ട് ദൈവം കേൾക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? Remember, this person is not newly converted from the Hindu background. He was starting with the life, with the godly life, godly father, godly generation, Israelites. You know everything. He told us to say, do like this, right? കാരണം ഇദ്ദേഹം ഒരു മറ്റു മതസ്ഥരിൽ നിന്നോ ഹിന്ദുവിൽ നിന്നോ രക്ഷിക്കപ്പെട്ടു വന്ന ഒരു പുതിയ കൺവേർട്ട് അല്ല, മറിച്ച് തന്റെ ജീവിതമേ ദൈവസന്നിധിയിൽ ദൈവത്തിന് വേണ്ടി അർപ്പിച്ചു വന്നൊരു വ്യക്തിയാണ്. ഇദ്ദേഹമാണ് പറയുന്നത്, അങ്ങനെ നിന്റെ ഹൃദയം ബന്ധപ്പെടരുത്. If you want to understand the new covenant life, please read it Matthew chapter 6 and 7, 8. Why? Because these are the days of today's life. കാരണം ഇപ്പോൾ നമുക്ക് പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ജീവിതം മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ മത്തായി സുവിശേഷം 6, 7, 8 അധ്യായങ്ങൾ വായിക്കുക. Because Jesus also, the son of David, Jesus also saying the same spirit, same understanding. So many years after Solomon, he was written like this. കാരണം യേശു പോലും തന്റെ ജീവിതത്തിൽ ശലോമോന് ശേഷം പല വർഷങ്ങൾക്ക് ശേഷമാണ് യേശു ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറ്റി പറയുന്നത്.
See, Matthew chapter 6 verse 5 says, when you entering for the prayer, don't be a hypocrite. ഇവിടെ യേശു പറയുന്നത് 6-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ ആലയത്തിൽ കടക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ അല്ലാതെ, not ആലയത്തില്, praying for the individual prayer, when we are going for the prayer. ഓക്കെ, 6-ാം അധ്യായം 5-ാം വാക്യം പറയുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. So they are the people only pray for other people. In the prayer hall, they are seeking for others' approval and other thing. മനുഷ്യർ കാണുമ്പടിயாக, right? അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന്. See, if you are praying, you are expecting somebody to say Amen. That is a hypocritic prayer, right? കാരണം ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ആമേൻ പറയണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതൊരു കപടഭക്തി പ്രാർത്ഥനയാണ്. Verse 6 says, Matthew chapter 6 verse 6 says, ഇവിടെ മത്തായി സുവിശേഷം 6-ാം അധ്യായം 6-ാം വാക്യം പറയുന്നു, when you are entering the prayer, നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന്, you go to the room in your house. നീ അറയിൽ കടന്ന്. In Tamil Bible, arai veetukul, there is a home and inside the room. ഓക്കെ, ഇവിടെ മലയാളത്തിൽ മൊത്തത്തിൽ അറയിൽ കടന്ന്, ഒരു വീടുണ്ടെങ്കിൽ ആ വീടിന്റെ ഉള്ളറയിൽ കടന്ന്, then you close your door, വാതിൽ അടച്ച്, and you pray the Father who seek the secret. രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കാം. And that time the Lord is seeing your secret and he will be answering outside. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. That means, what is exactly the prayer? അപ്പൊ പ്രാർത്ഥന സത്യത്തിൽ യഥാർത്ഥത്തിൽ എന്താണ്? Hearing, not speaking, right? കേൾക്കുക എന്നുള്ളതാണ്, പറയുക എന്നുള്ളതല്ല. Maybe you are not agree with me, right? നിങ്ങൾ ചിലപ്പോൾ ഞാനുമായിട്ട് യോജിക്കത്തില്ലായിരിക്കാം, എന്നോട് നിങ്ങൾ അഗ്രി ചെയ്യത്തില്ലായിരിക്കാം. Read the next word. അടുത്ത വാക്കുകൾ വായിക്കാം. Then if you are pray, don't think about so many words as God is hearing. അലപ്പാതെയെങ്കിൽ. അപ്പം ഇവിടെ പറയുന്നു, പ്രാർത്ഥിക്കൽ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. Why? Because before you ask anything, before the word started in the air in your throat, God knows what exactly you need. It is written in the next word. കാരണം അടുത്ത വാക്യത്തിൽ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങുന്നതിന് മുൻപ് തന്നെ, ഇല്ലെങ്കിൽ ആ ഒരു ശബ്ദം നിങ്ങളുടെ തൊണ്ടയിൽ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് ദൈവം മനസ്സിലാക്കിയിരിക്കുന്നു. God is not a God to wait to speak something, doing something. No. God already decided everything for you. കാരണം ദൈവത്തിന് എഴുന്നേൽപ്പിച്ച് ഇന്നത് ചെയ് അന്നത് ചെയ് എന്ന് പറയുന്നല്ല, അങ്ങനല്ല, മറിച്ച് ദൈവം എല്ലാം തന്റെ പദ്ധതിയിൽ ഇട്ടിരിക്കുന്നു. So what exactly the new covenant model of the prayer? അപ്പം പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രാർത്ഥനയുടെ ശരിയായ രീതി എന്താണ്? 75% of hearing, 25% of small speaking, right? അപ്പം നമ്മൾ മനസ്സിലാക്കുക, 75% ദൈവത്തിൽ നിന്ന് കേൾക്കുകയും 25% നമ്മൾ ദൈവത്തോട് ചെറുതായിട്ട് കാര്യങ്ങൾ പറയുകയും ചെയ്യുക എന്നുള്ളതാണ്. So many people knowing only the 10%, but I am saying about the 75%, right? ഇവിടെ പല ആൾക്കാർക്കും 10% മാത്രമേ അറിയത്തുള്ളൂ, എങ്കിൽ ഞാൻ 75% പറ്റി പറയുന്നു. See, it is not the word of Solomon, it is not the word of Jesus, it is the heart of God. Why? Because he want to open our ears to hear, right? ഇവിടെ ഇതൊരു ദാവീദിന്റെയോ ശലോമോന്റെയോ അല്ല, മറിച്ച് ഇത് ദൈവത്തിന്റെ ഹൃദയമാണ്, നമ്മുടെ ഹൃദയമാണ് ദൈവത്തിന്റെ വാക്കുകൾ കേൾക്കുക എന്നുള്ളത്. Why? Because the new covenant privilege of everybody to hear from him alone. കാരണം ഈ പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിൽ നിന്നും മാത്രം കേൾക്കുക എന്നുള്ളതാണ്. See, I want to show you another word before closing this meeting. ഈ മീറ്റിംഗ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെ വേറൊരു വചനം കൂടെ കാണിക്കട്ടെ. This is the word of Paul. ഇത് അപ്പോസ്തലനായ പൗലോസിന്റെ വാക്കുകളാണ്. Paul was explaining his witness to the very big congregation. പൗലോസ് തന്റെ സാക്ഷ്യത്തെ വലിയൊരു സമൂഹത്തോട് സാക്ഷീകരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു.
Here is written, it is a very big place, is Act chapter 22, verse 1. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 22-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. It's a very big place, everybody sitting there, everybody knowing the word of God, everybody knowing that law. It's a very big place. അത് വലിയൊരു സമൂഹമാണ്. അവർക്ക് ന്യായപ്രമാണം അറിയാം, അവർക്ക് കാര്യങ്ങൾ അറിയാം, അവരെല്ലാത്തിലും അറിവുള്ള ജനങ്ങളാണ്. On that very big congregation, Acts chapter 22, verse 14 says like this. അത്രയും വലിയൊരു സമൂഹത്തിൽ അപ്പോസ്തല പ്രവർത്തനങ്ങൾ 22-ാം അധ്യായം 14-ാം വാക്യം പറയുന്നു. Some of the words I requested, please open your Bible and see that. Why? Because it's a most important word. കാരണം ചില വാക്യങ്ങൾ, ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ വേദപുസ്തകം തുറന്ന് അത് വായിക്കുക. കാരണം അത് അത്രയും മുഖ്യമായ ഒരു കാര്യമാണ്. Act chapter 22, verse 14. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 22-ാം അധ്യായം 14-ാം വാക്യം. Act chapter 22, verse 14 says, Then he told me, the God of our father, he chosen you and know his will. അപ്പോൾ അവൻ എന്നോട്, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നിന്നെ തന്റെ ഇഷ്ടം അറിവാനും And see the Messiah. നീതിമാനായവനെ കാണുവാനും. And then hear him speak. Hallelujah. അവന്റെ വായിൽ നിന്ന് വചനം കേൾപ്പാനും നിയമിച്ചിരിക്കുന്നു. You may say hallelujah. You're not saying hallelujah. Huh? നമുക്ക് ഹല്ലേലൂയ ഹല്ലേലൂയ. Why? Because I tell you, why God choose you? 3 things is written. അപ്പം എന്തിനു വേണ്ടിയാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത്? 3 കാര്യങ്ങളുണ്ട്. Number 1. ഒന്നാമത്തെ കാര്യം, God of your father has chosen you. Know his will. നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നിന്നെ തന്റെ ഇഷ്ടം അറിവാൻ എന്നുള്ളത് ആദ്യം. In Tamil Bible, അവருடைய திரு உள்ளத்தை அறியவும். കാരണം മലയാളം പറയുന്നു തന്റെ ഇഷ്ടം അറിവാൻ. Number 1. And see the righteous one. Second. നീതിമാനായവനെ കാണുവാനും, അത് രണ്ടാമത്തെ കാര്യം. Another word, see the Messiah. കാരണം മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ മശിഹായെ കാണുക എന്നുള്ളത്. No, brother. God called me a pastor. God called me an apostle. God called me a music director. God chosen me a very big businessman in my city. I was thinking like this, but you are telling totally different, eh? കാരണം നിങ്ങൾ ഇപ്പൊ ചിന്തിക്കുമായിരിക്കും, അയ്യോ അങ്ങനല്ലല്ലോ, എന്നെ ദൈവം പാസ്റ്ററായിട്ടാണ്, ദൈവം എന്നെ ഒരു അപ്പോസ്തലനായിട്ടാണ്, ദൈവം എന്നെ ഒരു മ്യൂസിക് ഡയറക്ടറായിട്ടാണ്, ഇല്ലെങ്കിൽ പട്ടണത്തിലെ വലിയൊരു വ്യാപാരിയായിട്ടാണ് ദൈവം എന്നെ കണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ നേരെ തിരിച്ച് നിങ്ങൾ പറയുന്നല്ലോ, അങ്ങനെ നിങ്ങൾ ചിന്തിക്കാം. I was thinking like this, God called me a politician, eh? ഞാൻ ഇങ്ങനെ ചിന്തിക്കും, നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുമായിരിക്കും, അയ്യോ ദൈവം എന്നെ തിരഞ്ഞെടുത്തത് ഒരു രാഷ്ട്രീയ നേതാവായിട്ടാണെന്ന്. But according to this word, the great apostle Paul explained. What is the word? ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ പൗലോസ് പറയുന്നു, Number 1. ഒന്നാമത്തെ കാര്യം, know his will. തന്റെ ഇഷ്ടം അറിയുക. Seeing the righteous one, Messiah. നീതിമാനായ മെശിഹായെ കാണുക. Hello, please listen carefully. These are the things happening in your life. നിങ്ങളുടെ ജീവിതത്തിൽ ഇതെല്ലാം നടക്കുന്നുണ്ടോ? The third thing. മൂന്നാമത്തെ കാര്യം, our topic. മൂന്നാമത്തെ കാര്യം, this is our topic, no? അത് നമ്മുടെ ആശയമാണ്, ഇന്നത്തെ ആശയമാണത്. What is that? Hear അതെന്താണ്? him speak. What is in Malayalam? അവന്റെ വായിൽ നിന്ന് വചനം കേൾപ്പാനും. In other word, open our ears to hear from him. Correct? കാരണം മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ അവന്റെ വചനങ്ങൾ കേൾപ്പാൻ നമ്മുടെ ചെവികൾ തുറക്കപ്പെടേണ്ടതിന്. Hallelujah. This is the work. Amen. God's done. God's work. Amen. Amen. ഇതാണ് ദൈവത്തിന്റെ പ്രവൃത്തി, ദൈവം ചെയ്യുന്ന പ്രവൃത്തി. This is the work of God in our life. Hear from him alone.
കാരണം അവന്റെ വായിൽ നിന്നും വചനം കേൾക്കുക എന്നുള്ളത് മാത്രം ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. What is the work of God and today's Christianity and today's work according to the word of Paul? Hear from him. അപ്പം ഇന്ന് പൗലോസിന്റെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ ക്രിസ്ത്യാനികൾക്കുള്ള ദൈവത്തിന്റെ പ്രവൃത്തി എന്നുള്ളത് ദൈവത്തിന്റെ വചനം കേൾക്കുക എന്നുള്ളതാണ്. Hebrew chapter 1:1 says like this. Hebrew chapter 1:1. എബ്രായർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം ഇങ്ങനെ പറയുന്നു. Hebrew chapter 1:1 is the great word, but we need to understand very thoroughly. അത് നല്ലൊരു വലിയ വാക്യമാണ്, പക്ഷെ അത് നമ്മൾ വളരെ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യവും ഉണ്ട്. Olden days God has spoken to the people in the part by part and type by type through the prophets. God was talking to his forefathers. Verse 1. 1-ാം വാക്യം പറയുന്നു, ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട്. That was the old covenant days. God was used the prophet. God was used some ways. God was used some different medias to speak to the people. But today, അതൊരു പഴയ നിയമത്തിന്റെ കാലഘട്ടമാണ്. പഴയ നിയമത്തിൽ ദൈവം പ്രവാചകന്മാരെ ഉപയോഗിച്ചിരുന്നു, പല രീതിയിൽ ദൈവം തന്റെ വചനം പറഞ്ഞിരുന്നു. പക്ഷെ ഇത് ഇന്നത്തെ കാലത്തിൽ ഇത് പുതിയ നിയമത്തിന്റെ കാലമാണ്. Today, this last days, God இந்த கடைசி நாட்களில் குமாரன் மூலமாய் நமக்கு திரு உள்ளம் பற்றினார். The last days used Jesus, his son, speak to us. ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. No. கடைசி நாட்களில் குமாரன் மூலமாய் நமக்கு திரு உள்ளம் பற்றினார். ഈ അന്ത്യകാലം പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു, നമ്മളോട് സംസാരിച്ചിരിക്കുന്നു. സംസാരിച്ചിരിക്കുന്നു is the correct word. മലയാളം ട്രാൻസ്ലേഷൻ ഈസ് നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. ഓക്കേ, സംസാരിച്ചിരിക്കുന്നു. Okay, why? Because olden days there must be a way, there must be a different type, there must be a prophet, but new covenant comes now. We are having the direct listening from his son. Open our ears to hear from him alone. Correct? ഇവിടെ പഴയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ഒരു തിരശ്ശീലയുണ്ട്, വേറെ വഴിയുണ്ട്, പ്രവാചകന്മാരുണ്ട്, പല വിധത്തിലുള്ള രീതികളുണ്ട്. പക്ഷെ പുതിയ നിയമത്തിൽ നമ്മൾ നേരിട്ട് ദൈവവചനത്തിൽ നിന്ന് ദൈവത്തിൽ നിന്ന് കേൾക്കുന്നു. But even today also we are not growing, no? We are seeking some people, some Bujari, Ajari, right? പക്ഷെ ഇന്നും നമ്മൾ പല രീതിയിലും വളർന്നിട്ടില്ല. നമ്മൾ മറ്റുള്ള വ്യക്തികളെ, പൂജാരി പോലുള്ള മറ്റുള്ള വ്യക്തികളെ നമ്മൾ ഇപ്പോഴും അവരെ ആശ്രയിക്കുന്നു. Why? Because you are not at all allowing. You not at all allow God to work to open your ears. That's all. അതിന്റെ ഒറ്റ പ്രധാനമായ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ചെവികളെ തുറക്കുവാൻ, ദൈവത്തിന് പ്രവർത്തിക്കാൻ നമ്മൾ ദൈവത്തിന് അനുവാദം കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. I was watching the baby born, immediately the nurses taken and put their back shutting something, beating something, then allow him to hear something. Then only they leave the baby in the bed. കാരണം ഇപ്പൊ ഒരു കുഞ്ഞ് അത് ജനിച്ച ഉടനെ, പ്രസവിച്ച ഉടനെ അതിനെ ആ നേഴ്സ് എടുത്ത് അതിന് പുറത്ത് ചെറുതായിട്ടൊന്ന് തട്ടി തന്റെ ചെവികളിൽ എന്തോ മീൻസ് ആ ശബ്ദം കേട്ടതിന് ശേഷം മാത്രമാണ് ആ ബെഡിൽ ഒന്ന് കിടത്തുന്നത്. What is the work of the God first in our life in this new covenant days, in this 2024? Allow God to open your ears. Amen. ഈ പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പുതിയ നിയമകാലത്തിൽ 2024 ഈ നമ്മൾ ആദ്യം ചെയ്യേണ്ട പ്രവൃത്തി ദൈവം നമ്മുടെ ചെവികളെ തുറക്കണം എന്നുള്ളതാണ്. According to the word of Jesus in Luke chapter 10 verse 42, the greatest need of this hour, தேவையானது ஒன்றே. ഈ ലൂക്കോസ് 10:42 വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ മണിക്കൂറുകളിൽ ഏറ്റവും ആവശ്യമായ കാര്യം தேவையானது ஒன்றே. Mary has taken. അല്പമേ വേണ്ടു. ഒன்றേ, தேவையானது ஒன்றே. അല്പമേ വേണ്ടു അല്ല, അത് ഒന്ന് മതി. ഒന്ന് മതി. What is ഒന്ന് മതി? അത് ഒന്ന് മതി മീൻസ് ഒന്ന് പോതും. Mary has taken the, nobody is able to take that part. കാരണം മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് ആരും അവളോട് അപഹരിക്കുന്നില്ല. It's a good part and nobody is able to take it out. അത് ഒരു നല്ല അംശമാണ്, അത് ആരും അവളോട് അപഹരിക്കുകയുമില്ല. Remember, the greatest need of this today, தேவையானது ஒன்று.
കാരണം ഇന്നത്തെ ഏറ്റവും വലിയ ആവശ്യകത അത് ഒന്നും മതി. That is the good part. അതൊരു നല്ല അംശമായിരിക്കണം. Nobody is able to take it out. അത് ആരും അപഹരിക്കാൻ പറ്റുന്നതല്ല. You know what is that? അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? The Mary is sitting on the feet of verse 39. Mary sitting in the feet of Jesus and hearing. That's all. 39 വാക്യം പറയുന്നു, അവൾ മറിയ കർത്താവിന്റെ കാൽക്കൽ ഇരുന്ന് അവന്റെ വചനം കേട്ടുകൊണ്ടിരുന്നു. Why? Because Jesus entering the family opened the ears of Mary. കാരണം യേശു ആ കുടുംബത്തിൽ, ആ ഭവനത്തിൽ പ്രവേശിച്ചപ്പോൾ മറിയയുടെ ചെവികൾ തുറക്കപ്പെട്ടു. Martha, the leader of the home, he was not at all able to hear anything. So much of worry, so much of problem. Why? Because the ears is not open. കാരണം മാർത്ത, ആ വീടിന്റെ നായികയായിരുന്ന മാർത്തയ്ക്ക് പല കാര്യങ്ങളുണ്ട്, പല വിചാരങ്ങളുണ്ട്, പല പ്രവൃത്തികളുണ്ട്. അതുകൊണ്ട് തന്റെ ചെവികൾ തുറക്കപ്പെടാൻ സാധിച്ചില്ല. The most important need of this hour is nothing else. Open our ears. Allow God to open our ears to hear from Him alone. ഈ മണിക്കൂറുകളുടെ ഏറ്റവും വലിയ ആവശ്യകത ദൈവം നമ്മുടെ കാതുകളെ തുറന്ന് അവനിൽ നിന്ന് മാത്രം കേൾക്കപ്പെടണം എന്നുള്ളതാണ്. The word of Jesus is the Matthew chapter 4 verse 4 says like this. മത്തായിക്ക് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 4-ാം വാക്യം ഇങ്ങനെ പറയുന്നു, How the man supposed to be live not by the bread alone, every word proceeding in the mouth of God. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. Every word proceeding in the mouth of God. ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. If you want to eat anything, which area to be properly clean? അപ്പൊ നമ്മൾ ഒരു കാര്യം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏത് ഭാഗമാണ് വളരെ വൃത്തിയായി സൂക്ഷിക്കേണ്ടത്? Mouth. നമ്മുടെ വായ്. Same way, if we want to hear from God, which is the first thing God want to do in your life? അപ്പം നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ ദൈവത്തിന്റെ വചനം നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആദ്യം എന്താണ് ദൈവം ചെയ്യേണ്ടത്? Allow, like Jesus in the early morning, every day, open ears, and then he will face the situation very thoroughly. യേശു തന്റെ ജീവിതത്തിൽ ചെയ്തതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും രാവിലെ ചെവികൾ തുറക്കട്ടെ. So I think we are not at all able to complete the full revelation of these words. A little bit here and there we are touching. കാരണം നമുക്ക് ഈ വചനത്തിലുള്ള മുഴുവൻ ദർശനങ്ങളും വെളിപ്പാടുകളും നമുക്ക് എടുക്കാൻ സാധിക്കത്തില്ല. നമ്മൾ അവിടെ എവിടെയും ചെറുതായിട്ടൊന്ന് തൊടുന്നത് മാത്രമേ ഉള്ളൂ. But we need to understand the most important thing. God is not happy about our outside activity. He is more interested to hear to His word. That is the reason He work in us, open our ears. Amen. കാരണം നമ്മുടെ വെളിയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ എക്സ്പ്രഷനിലല്ല, നമ്മുടെ ആ ഒരു പ്രവർത്തികളിലല്ല, മറിച്ച് ദൈവത്തിൽ നിന്ന് കേൾക്കുക എന്നുള്ളതിലാണ് കാര്യം. അതുകൊണ്ടാണ് ദൈവം നമ്മുടെ ചെവികൾ തുറക്കട്ടെ എന്നൊരാശയം വരുന്നത്. Don't think about heaven open and you receive so many material things. More than that, allow God to open your ears. Amen. കാരണം നിങ്ങൾ സ്വർഗം തുറന്ന് നിങ്ങൾക്ക് വളരെ ഭൗതികമായ അനുഗ്രഹങ്ങൾ വരുന്നതിനെ പറ്റി ചിന്തിക്കേണ്ട. നിങ്ങളുടെ ചെവികൾ തുറക്കപ്പെടുന്നതും ദൈവത്തിന്റെ വചനം കേൾക്കുന്നതും നിങ്ങൾ ആഗ്രഹിക്കുക. I will close it on amazing word. ഞാൻ ഈ എന്റെ സന്ദേശം ഒരു നല്ലൊരു അനുഗ്രഹീതമായ വാക്കുകൾ കൊണ്ട് ഉപസംഹരിക്കുന്നു. Psalm chapter 40, the open ears words are there, but the book of Hebrew chapter 10, no, that word is not there. കാരണം സങ്കീർത്തനങ്ങൾ 40-ാം അധ്യായത്തിൽ ചെവികൾ തുറക്കപ്പെടുന്നതിന്റെ കാര്യങ്ങളുണ്ട്, പക്ഷെ എബ്രായർ 10-ാം അധ്യായത്തിൽ അതില്ല. Why? Because already done now. That work is already done. അതിന്റെ കാരണം എന്ന് പറയുന്നത് യേശു ആ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ആ പ്രവൃത്തി അവിടെ തീർന്നിരിക്കുന്നു എന്നുള്ളതാണ്. So I want to make a small little bit of light in your heart, having allow God to open your ears. Amen. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഒരു ചെറിയ വെളിച്ചം പ്രകാശിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളുടെ ചെവികളെ തുറക്കട്ടെ. Not interested so many things. Please allow, like Mary, to allow Him take the right part and hear from alone.
Here, this is our privilege. This is our purapurimai. This is our privilege of the new covenant. കാരണം ഇത് നമ്മൾ ഒത്തിരി പ്രാപിക്കുന്നതിൽ എന്നല്ല, മറിയ നല്ലൊരു അംശം തിരഞ്ഞെടുത്തതുപോലെ നമുക്ക് ആ നല്ലൊരു അംശം തിരഞ്ഞെടുക്കാം. കാരണം ഇത് നമുക്കുള്ളൊരു ഭാഗ്യമാണ്, ഇത് നമുക്കുള്ളൊരു ഔദാര്യമാണ്. Don't be like a old covenant person, go for the prophet, so somebody. No, brother. No. Please go directly and you will get everything from God alone. നിങ്ങൾ പഴയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ എന്നുള്ള പോലെ പ്രവാചകന്മാരുടെ അടുക്കൽ മാത്രം പോയിക്കൊണ്ടിരിക്കില്ല. അങ്ങനല്ല സഹോദര, നിങ്ങളുടെ ഹൃദയം തുറക്കപ്പെടട്ടെ, നിങ്ങൾ ദൈവത്തോട് നേരിട്ട് ഇടപെടട്ടെ. So I requested Brother Bobby and then Brother Godwin and Brother Jayant will be sharing few minutes and meeting will be closed. What you are hearing today, based on that, I allow first Brother Bobby, second Brother Jayant and Brother Godwin will speak and close the meeting. Few minutes. ഉണ്ടാവട്ടെ. ഈ കേട്ട വചനം നമ്മുടെ ഹൃദയത്തിൽ ക്രിയ ചെയ്യാൻ ദൈവം സഹായിക്കട്ടെ, പരിശുദ്ധാത്മാവിന്റെ ഉണർവോടെ. Deuteronomy 29:2-4 and Moses summoned all Israel. Godwin ഒന്ന് മലയാളത്തിൽ വായിക്കാവോ? ഏതാണ് വായിക്കും? 29:2-4 വരെ. വായിക്കട്ടെ. ആവർത്തന പുസ്തകം 29-ാം അധ്യായം 2 മുതൽ 4 വരെ. നിങ്ങൾ കണ്ണാലെ കണ്ട വലിയ പരീക്ഷകളും അടയാളങ്ങളും മഹാ അത്ഭുതങ്ങളും തന്നെ, എങ്കിലും തിരിച്ചറിയുന്ന ഹൃദയവും കാണുന്ന കണ്ണും കേൾക്കുന്ന ചെവിയും യഹോവ നിങ്ങൾക്ക് ഇന്നുവരെയും തന്നിട്ടില്ല. ഞാൻ 40 സംവത്സരം നിങ്ങളെ മരുഭൂമിയിൽ നടത്തി. നിങ്ങൾ ഉടുത്തിരുന്ന വസ്ത്രം ജീർണിച്ചിട്ടില്ല, കാലിലെ ചെരുപ്പ് പഴകിയിട്ടുമില്ല. മതി. അപ്പം നിങ്ങൾ പല അടയാളങ്ങൾ കണ്ടു, പക്ഷെ നിങ്ങളെ കണ്ണ് തുറന്നിട്ടില്ല. അപ്പം നമ്മുടെ ഇന്നത്തെ പ്രാർത്ഥന ദേവദാസൻ പറഞ്ഞ പോലെ ദൈവം നമ്മുടെ കാതുകളും നമ്മുടെ കണ്ണുകളും തുറക്കണം, എന്നാലേ നമുക്ക് കാണാൻ പറ്റും അതിമനോഹരമായ കാര്യങ്ങൾ ദൈവത്തെ പറ്റി. ഇതാണ് നമ്മുടെ പ്രാർത്ഥന. ഈ പറഞ്ഞ വചനങ്ങൾ നമ്മളിൽ ക്രിയ ചെയ്യട്ടെ, നമ്മുടെ ഹൃദയങ്ങൾ തുറട്ട് നമ്മൾ ദൈവത്തെ കാണണം. Amen. Thank you, Lord Jesus. Praise you, Lord Jesus. Hallelujah. Praise you. Brother Jayant? Brother. Hello? Godwin, please translate. Yeah, okay. Carry on. Firstly, thank you, brother, for sharing this great words of God. ഈ ദൈവത്തിന്റെ വചനം ഞങ്ങളോട് പങ്കുവച്ച ദൈവ സഹോദരനോട് നന്ദി അർപ്പിക്കുന്നു. Also, I thank brother Godwin brother and Bobby brother for praying and translating the things. ഇന്നത്തെ മീറ്റിംഗ് പ്രാർത്ഥിക്കുകയും ട്രാൻസ്ലേഷൻ ചെയ്യുന്ന ബോബി ബ്രദറിനോടും ഗോഡ്വിൻ ബ്രദറിനോടും നന്ദി ഞാൻ അറിയിക്കുന്നു. What I get from the session 1 is mainly everyone, brother, what I get from the session 1 is നമ്മൾ ആദ്യത്തെ ഭാഗത്തിൽ നമ്മൾ ശ്രദ്ധിച്ചത് usually we think that God is waiting and knocking the door. Okay. ദൈവം നമുക്ക് വേണ്ടി കാത്തിരിക്കുകയും ദൈവം നമ്മുടെ വാതിലുകൾ മുട്ടുന്നു എന്നുള്ളതാണ്. But today I felt that God has opened the door and came inside and is standing beside us. കാരണം ഇന്നിപ്പോ ഞാൻ അനുഭവിച്ചത്, ഞാൻ മനസ്സിലാക്കിയത് ദൈവം നമുക്ക് ഉള്ളിൽ വന്ന് നമ്മുടെ അടുത്ത് നിൽക്കുന്നു എന്നുള്ളതാണ്. Like I felt God is one step ahead of us and He is ready to help us and ready to teach us and everything. ദൈവം നമുക്ക് ഒരു ചുവട് മുൻപിൽ നിന്നുകൊണ്ട് നമ്മളെ പഠിപ്പിക്കുകയും നമുക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെ സഹായിക്കാൻ ഒരുക്കമുള്ളവനായിരിക്കുന്നു എന്നുള്ളതാണ്. I felt we have to listen very carefully what God is teaching. കാരണം ദൈവം എന്താണ് നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് ശ്രദ്ധിച്ച് കേൾക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നു.
Like on the other hand, at the end of the session, we heard that the prayer thing, like we keep on praying God, so many times, like hours and hours, we keep on praying. But brother, you said that you check whether what is the amount of listening you are getting from the God. ഇവിടെ നമ്മൾ രണ്ടാമത്തെ ഭാഗത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു, നമ്മൾ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാകാം നമ്മൾ മണിക്കൂറുകൾ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു എന്ന്. പക്ഷെ സഹോദരൻ ഇവിടെ പറഞ്ഞു നമ്മൾ എത്രത്തോളം ദൈവത്തിൽ നിന്ന് കേൾക്കുന്നു എന്നുള്ളതാണ് കാര്യം. And I got realized that we are falling so many times. The reason behind I felt is we are not in a position to take like exactly what God is teaching. കാരണം ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ പഠിപ്പിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടാണ് പല സ്ഥലങ്ങളിൽ പല നിലകളിൽ നമ്മൾ വീഴുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. And once again, thank you, brother, for giving this opportunity to share. ഇങ്ങനെയുള്ളൊരു ആശയം പങ്കുവയ്ക്കാൻ എനിക്ക് അവസരം നൽകി അതിനുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. Shall I continue? Please. Okay. So, ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. May the mighty name of the Lord be glorified. I thank God for this such an opportunity in my life to be here to participate in this blessed meeting. ഇങ്ങനെയുള്ളൊരു മീറ്റിംഗിൽ നിങ്ങളുടെ കൂടെ നിന്ന് ദൈവത്തിന്റെ വചനം കേൾക്കാൻ ദൈവം എന്റെ ജീവിതത്തിൽ നൽകിയ അവസരത്തിനായി സ്തോത്രം. It was an unexpected moment in my life to be joined in this meeting. Though we had another program, but one of my professors called me and arranged me. Therefore, I was planning to attend this program. അപ്പം ഞാൻ ആക്ച്വലി ഞങ്ങൾക്ക് വേറെ പ്രോഗ്രാം ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും എൻ്റെ ഒരു പ്രൊഫസറാണ് എന്നെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞത്. അപ്പം ഞാൻ അങ്ങനെയാണ് ഇങ്ങനെ കാര്യങ്ങളോട്ട് വന്നത്. എങ്കിൽ തന്നെയും അതെന്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീർന്നു. അതിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഓക്കെ, ഞാൻ കേട്ട വചനത്തിൽ നിന്ന് ഒരു കാര്യം എന്നെ ഒത്തിരി ടച്ച് ചെയ്തത് ഇത്രയാണ്. ലൂക്കോസ് 10:42 മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് ആരും അവളോട് അപഹരിക്കുകയുമില്ല. ഞാൻ അങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ മീൻസ് നമ്മൾ ഇന്ന് കേട്ട വചനത്തിൽ കർത്താവെ എന്റെ ചെവികളെ തുറക്കണമേ എന്നുള്ള ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവം നമ്മുടെ ചെവികളെ തുറന്നാൽ ദൈവം നമ്മളോട് പറയുന്ന കാര്യങ്ങളൊന്നും ആരുടെയും കയ്യിൽ പോകത്തില്ല. അത് ദൈവം നമ്മളോട് നേരിട്ട് ഇടപെടുന്നതാണ്. അത് നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധിയോടെ മുമ്പിലോട്ട് കൊണ്ടുപോകാൻ ദൈവം നമ്മളെ വഴി നടത്തൂ എന്ന് ഒരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിലുണ്ട്. അതാരും നമ്മളിൽ നിന്ന് തട്ടിപ്പറിക്കുകയില്ല. കാരണം ചിലപ്പോൾ നമ്മൾ ഉറക്കെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളുടെ വാക്കുകൾ കൊണ്ടുപോലും നമ്മളെ വിധിക്കുന്ന ഒരു സമൂഹമാണ് ഇന്ന് നമുക്കുള്ളത്. എങ്കിൽ തന്നെയും പക്ഷെ ദൈവം നമ്മളോട് നേരിട്ട് സംസാരിക്കുമ്പോൾ, അതായത് നമ്മൾ മണിക്കൂർ കണക്ക് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതൽ ദൈവം നമ്മളോട് സംസാരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ വിശുദ്ധിയിലോട്ട് നമ്മളെ നയിക്കും എന്നുള്ള ഒരു അടിസ്ഥാനം എന്റെ ജീവിതത്തിൽ ഇന്നുണ്ടായി. അത് ഞാൻ കൂടുതൽ ഉറച്ചിരിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. I thank God for such an opportunity in my life. And what I felt is, when us Mary selected the good portion that no one can take out from her, the same way when we obey God and listen to Him, and no one will take it out, and God is the one who fulfills everything in our life that we heard from God. And also I thank Sudharan Uncle for arranging such a meeting and enlightening us with the word of God that mediating in our life. Thank you so much. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. This will take another 15 minutes, but I want to close the meeting in 10 minutes. So I want to continue with this word. Isaiah chapter 50, we want to close it here. നമ്മൾ ഏശയ്യാ 50-ാം അധ്യായത്തിൽ നിർത്താൻ ആഗ്രഹിക്കുന്നു. So Isaiah chapter 50, this is the experience of Jesus on every day, right? അത് ഏശയ്യാ 50-ൽ പറയപ്പെട്ട കാര്യങ്ങൾ അത് യേശുവിന്റെ ജീവിതത്തിൽ നടന്ന ഓരോ ദിവസം നടന്ന ഒരു കാര്യമാണ്. Here is what is the continuation of that particular case on every day? പക്ഷെ എല്ലാ ദിവസവും അങ്ങനെ നടക്കുന്നതിന്റെ ഒരു പ്രധാന കാരണങ്ങൾ എന്തൊക്കെയായിരിക്കാം? So why the Jains are sharing something now? Why we are falling on some more time now? The reason behind we are not at all able to hear something from God on everyday morning. കാരണം ജയൻ ബ്രദർ പറഞ്ഞതുപോലെ നമ്മൾ പല സ്ഥലങ്ങളിലും താഴെ വീഴുന്നു പോകുന്നു. അതിന്റെ പ്രധാന റീസൺ പല സ്ഥലങ്ങളിലും പല നേരങ്ങളിലും ദൈവത്തിൽ നിന്ന് നമ്മൾ
എപ്പോഴും എല്ലാ ദിവസവും കേൾക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. Why? Because Isaiah chapter 15, no, what is the next step? The first step, God opened the ears of that particular man, like Jesus, you and me. കാരണം ദൈവം യേശുവിന്റെ നമ്മുടെയോ ചെവികൾ ആദ്യം തുറന്നതുപോലെ ആദ്യത്തെ ചുവടുകൾ എന്ന് പറയുന്നത് തുറക്കുക എന്നുള്ളതാണ്. First he opened the ears. What is the next step? അപ്പൊ ആദ്യം യേശു തുറന്നത് രണ്ടാമതായിട്ടുള്ള കാര്യം എന്താണ്? Isaiah chapter 55 says like this. യെശയ്യാ 55-ാം അധ്യായം ഇങ്ങനെ പറയുന്നു, The master God opened my ears. The master God opened my ears. Isaiah chapter 55. ഓക്കെ 50-ാം അധ്യായം 5-ാം വാക്യം പറയുന്നു, യഹോവയായ കർത്താവ് എന്റെ ചെവി തുറന്നു. Then what is non? It is written. It's me. ഞാനോ മറുത്തു നിന്നില്ല. What is that? ഞാനോ മറുത്തുന്നില്ല. I never denied it. ഞാനോ മറുത്തു നിന്നില്ല. And I did not go back. It is written, right? ഞാൻ പിന്തിരിഞ്ഞതുമില്ല. ഞാനോ മറുത്തു നിന്നില്ല, പിന്തിരിഞ്ഞതുമില്ല. But I read it in my Message Bible. ഞാൻ എന്റെ സന്ദേശം എന്ന വേദപുസ്തകത്തിൽ കൂടി വായിക്കട്ടെ. One Message Bible is written is the Isaiah chapter 50 verse 5. The master God opened my ears. ഇവിടെ അത് ആ വാക്കിങ്ങനെ പറഞ്ഞു, യഹോവയായ കർത്താവ് എന്റെ ചെവി തുറന്നു. And I did not go back to sleep. ഞാനോ വീഴുവാൻ തക്കവണ്ണം പിന്തിരിഞ്ഞതുമില്ല. No, I did not go back to sleep. ഞാൻ ഉറങ്ങാൻ പോകുവാൻ തക്കവണ്ണം പിന്തിരിഞ്ഞതില്ല. I did not go back to sleep, did not pull the cover, bedsheet back, cover my head. ഞാൻ ഉറങ്ങുവാൻ പോകുവാൻ തക്കവണ്ണം പിന്തിരിഞ്ഞതുമില്ല, ആ പുതപ്പ് എന്റെ മുകളിൽ ഞാൻ വലിച്ചിട്ടതുമില്ല. When the mummy is wake up, when the father is wake up, no, the children are doing like this, right? കാരണം അമ്മയോ അപ്പനോ ഒരു കുഞ്ഞിനെ എഴുന്നേൽപ്പിക്കുമ്പോൾ അവര് തങ്ങൾ പുതച്ചുകൊണ്ടിരുന്ന പുതപ്പ് വീണ്ടും വാരി തന്റെ ശരീരത്തിൽ ഇടുക പതിവാണ്. My dear brothers and sisters, when you go back to sleep today, remember my word. Please see your bedsheet, see your pillow, remember my word. പ്രിയ സഹോദരന്മാരെ, ഇന്ന് നിങ്ങൾ ഉറങ്ങാൻ ചെല്ലുമ്പോൾ എന്റെ സന്ദേശം, എന്റെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ തലയണ നോക്കുക, നിങ്ങളുടെ ബെഡ് നോക്കുക, നിങ്ങളുടെ പുതപ്പുകൾ നോക്കുക. When Master God in the early morning, he started the work to open my ears. I did not go back to sleep, did not pull the covers back over my head. കാരണം യഹോവയായ കർത്താവ് എന്റെ ചെവി തുറന്നു, ഞാനോ മറുത്ത് പിന്തിരിഞ്ഞില്ല, ഞാൻ ഉറങ്ങാൻ കടന്നു പോയില്ല, ഞാൻ എന്റെ പുതപ്പ് എന്റെ മുകളിൽ വിരിച്ചതുമില്ല. Not turn back to left side and go for the sleep. That is the meaning, right? ഞാൻ ഇടത്തോട്ട് തിരിഞ്ഞ് വീണ്ടും ഉറങ്ങാൻ ചെന്നതുമില്ല, കിടന്നതുമില്ല. Allow God to open your ears. നമ്മുടെ ചെവികൾ തുറക്കപ്പെടുവാൻ ദൈവത്തിന് നമ്മൾ അനുവാദം കൊടുക്കാം. Why? Because you know what is going to be happen tomorrow morning after you wake up from the bed. ദിവസം നമ്മൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റ ശേഷം മറ്റന്നാൾ രാവിലെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാമോ? Verse 6. 6-ാം വാക്യം. Somebody is going to beat you. ആരോ നിങ്ങളെ അടിക്കാൻ പോകുന്നു. It's in the back, confirm. അത് പുറകുവശത്താണ്, അത് ഉറപ്പാണ്. മുതുകത്താണ്, അത് ഉറപ്പുമാണ്. And somebody to remove your beard. നിങ്ങളുടെ രോമം പറിക്കുന്നു. Then somebody to beat you, confirm. ആരോ നിങ്ങളെ അടിക്കാനും പോകുന്നു, അതും ഉറപ്പിച്ചു. And somebody spit you. ആരോ നിങ്ങളെ തുപ്പുന്നു. You know, exactly in the face. അത് കറക്റ്റ് മുഖത്ത് തുപ്പുന്നു. Understand? നിങ്ങൾക്ക് മനസ്സിലായോ? When you are not at all hearing, open your ears by Lord to understand something and you react. It's a reaction. It is written. Reaction is written, right? ഇവിടെ അതിന്റെ പ്രതിപ്രവർത്തനത്തിനെ പറ്റി പറഞ്ഞിരിക്കുന്നു. அடிக்கிறவனுக்கு என் முதுகையும் தாடை மயிரை பிடுங்கிறவனுக்கு என் தாடைகளையும் ஒப்பு கொடுத்தேன். அவமானத்துக்கு അടിക്കുന്നവർക്ക് ഞാൻ എന്റെ
அவமானத்துக்கும் உமிழ்நீருக்கும் என் முகத்தை மறைக்கவில்லை. അടിക്കുന്നവർക്ക് ഞാൻ എന്റെ മുതുകും രോമം പറിക്കുന്നവർക്ക് എന്റെ കവിളും കാണിച്ചു കൊടുത്തു. എന്റെ മുഖം ഉപ്പലിനും മറച്ചിട്ടുമില്ല. Why? Because verse 7 says, கர்த்தராகிய ஆண்டவர் எனக்கு துணை செய்கிறார். കാരണം അടുത്ത് പറയുന്നു, യഹോവയായ കർത്താവ് എന്നെ സഹായിക്കും. You understand what is the exact power of hearing from God in the early morning? അപ്പൊ അധികാലത്ത് ദൈവത്തിൽ നിന്ന് കേൾക്കുക എന്നുള്ളതിന്റെ ശക്തി, അതിന്റെ പ്രവർത്തനം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് God will the power, God will give the help to handle the any hard situation. Why? Because you already received everything from God. കാരണം എത്ര വലിയ പ്രതികൂലമായ സാഹചര്യമാണേലും അത് ഹാൻഡിൽ ചെയ്യാനുള്ള, അത് കൈകാര്യം ചെയ്യാനുള്ള ഒരു ശക്തി നമുക്ക് ലഭിക്കും. കാരണം നമ്മൾ പ്രഭാതത്തിൽ തന്നെ ദൈവത്തിന്റെ ശബ്ദം കേട്ടിരിക്കുന്നു. If you are not at all hearing something, your ears is not open, no, you react differently, right? കാരണം നമ്മൾ രാവിലെ ദൈവത്തിന്റെ വചനം കേൾക്കുന്നില്ല എങ്കിൽ, നമ്മൾ അതിനെ പ്രാവർത്തികമാക്കുന്നില്ല എങ്കിൽ നമ്മൾ വേറെ രീതിയിൽ അതിനെ പ്രതിപാദിക്കും. Don't compare the reading the Bible, it's hearing from God. It's a totally different. വേദപുസ്തകം വായിക്കുന്നതും ദൈവത്തിൽ നിന്ന് കേൾക്കുന്നതും രണ്ടും രണ്ടാണ്. Totally different. രണ്ടും രണ്ടാണ്. Why? Because the word of God is a written word. It will give us so many things, but somebody is going to pull out your dadi, and somebody is going to beat you, somebody is going to spit you. So many individual things. God is able to explain to how to handle that. It's a totally different life, right? നമ്മളെ ആരോ അടിക്കാൻ പോകുന്നു, നമ്മുടെ രോമം മുറിക്കാൻ പോകുന്നു. അപ്പം ഇങ്ങനെ കാര്യങ്ങളെല്ലാം ഒരു തികച്ചും വ്യത്യസ്തമായ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. Why? Because action is not a spirituality. Reaction is the spirituality, right? കാരണം പ്രവർത്തനമല്ല, ആ പ്രവർത്തനത്തിനപ്പുറമുള്ള നമ്മുടെ പ്രതിഫലനമാണ് ഒരു ആത്മീയത എന്ന് പറയുന്നത്. Somebody is beating you, how you react, that is your spirituality. നിങ്ങളെ ഒരുത്തർ അടിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ അതിനെ കാണുന്നു, അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾ അത് തിരിച്ചു പ്രവർത്തിക്കുന്നു എന്നുള്ളതിലാണ് ആത്മീയത ഇരിക്കുന്നത്. Understand today, not your work is a spirituality, how your reaction is a spirituality. നിങ്ങൾ ആദ്യം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതല്ല, മറിച്ച് നിങ്ങൾ എങ്ങനെ അതിനെ പ്രതികരിക്കുന്നു എന്നുള്ളതിലാണ് ആത്മീയത ഇരിക്കുന്നത്. That's the reason that message Bible, that Isaiah chapter 56 now says like this, I follow the orders, stood there and took while they beat me. കാരണം അതുകൊണ്ടാണ് 50-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, ദൈവത്തിന്റെ വാക്കുകൾക്ക് ഞാൻ കീഴടങ്ങി, അവരെന്നെ തുപ്പുമ്പോഴും അടിക്കുമ്പോഴും ഞാൻ ദൈവത്തിന്റെ ആലോചനയ്ക്ക് കീഴടങ്ങി. While pull out my beard, do not dodge their insults, face them as a spit in my face. അവർ എന്റെ രോമം പറിക്കുമ്പോഴും എന്റെ കവിളും എന്റെ മുഖം നിന്നയ്ക്കും തുപ്പലിനും കാണിക്കുമ്പോൾ പോലും. Insult, some insult comes also, how I am going to handle. നിന്ന വരുമ്പോൾ പോലും ഞാൻ എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യുന്നു. So what is going to be close now? The everyday morning, Jesus allow his father to open the ears. That is the reason he is able to handle the day with Judas Iscariot. I take it like this, right? അതുകൊണ്ടാണ് യേശു തന്റെ എല്ലാ പ്രഭാതത്തിലും ദൈവത്തിന്റെ ശബ്ദത്തിന് വേണ്ടി ചെവികൾ തുറന്നപ്പോൾ യൂദാസ് ഇസ്കാരിയോത്തിനെ പോലും ഹാൻഡിൽ ചെയ്യാൻ ദൈവത്തിന് സാധിച്ചത്. In your life also, allow God to do something in your, that open the ears and hearing from him. That is a good part. Nobody is able to take it out. Like Godwin says, nobody is able to take it out. And then you will have a great godly life, hearing from God alone. Amen. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ദൈവം നമ്മളോട് ഇടപെടട്ടെ. ദൈവത്തിന്റെ ഇടപാട് ഉള്ളപ്പോൾ ആരും അതിൽ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ സാധിക്കുന്നതല്ല. ദൈവം നേരിട്ടാണ് നമ്മളോട് സംസാരിക്കുന്നത്. The first experience of Paul is hearing from Jesus. Final experience. Sorry. പൗലോസിന്റെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവം യേശുവിൽ നിന്ന് കേൾക്കുക എന്നുള്ളതായിരുന്നു. The end of his life also, he is hearing from God. My gift is ready in heaven. 2 Timothy, he written like this.
my crown is ready. See, he started hearing, finished with hearing. Amen. ഇവിടെ താൻ പൗലോസ് തന്റെ ശുശ്രൂഷ തുടങ്ങുന്നതും കേൾവിയാലാണ്, അവസാനിക്കുന്നതും കേൾവിയാലാണ്. അവസാന ഭാഗങ്ങളിൽ ഞാൻ നല്ല പോരാട്ടം പോരാടി എനിക്കൊരു കിരീടം വച്ചിരിക്കുന്നു എന്നുള്ള ഒരു കേൾവി താൻ കേട്ടുകൊണ്ടാണ് തന്റെ ശുശ്രൂഷ അവസാനിപ്പിക്കുന്നത്. The ministry of Jesus is like this: whoever died, they're hearing the voice of God, right? കാരണം ആരൊക്കെ ദൈവനാമത്തിൽ മരിക്കുന്നു അവരെല്ലാം ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നു എന്നുള്ളതാണ് വചനം. And then coming of Jesus also, what is the first work? The hearing of the trumpet sound, right? അപ്പം യേശുവിന്റെ രണ്ടാം മടങ്ങി വരവെങ്കിൽ ആദ്യത്തെ പ്രവർത്തനം എന്ന് പറയുന്നത്, ആദ്യത്തെ ക്രിയ എന്ന് പറയുന്നത് കാഹളത്തിന്റെ ശബ്ദം കേൾക്കുക എന്നുള്ളതാണ്. That means in your life and my life, every day we are not at all hearing the little bit sound of a trumpet or voice of God in every day. We are not at all able to hear the sound of trumpet on the last day. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ ഓരോ ദൈനംദിന ജീവിതത്തിൽ ദൈവത്തിന്റെ ശബ്ദമോ ദൈവത്തിന്റെ കാഹളത്തിന്റെ ശബ്ദമോ കേൾക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല എങ്കിൽ അന്ത്യനാളിൽ യേശുവിന്റെ രണ്ടാം മടങ്ങി വരവെങ്കിൽ ആ ഒരു വലിയ ശബ്ദം നമുക്ക് കേൾക്കുവാൻ സാധ്യമല്ല. Every day morning you will not allow God to open your ears. When the trumpet sound comes also, you are not at all able to hear something. ദൈവത്തിന്റെ ശബ്ദം നമുക്ക് ഓരോ ദിവസവും കേൾക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ ദൈവത്തിന്റെ വരവെങ്കിൽ പോലും നമുക്കൊന്നും ആ ശബ്ദം കാഹളം നമുക്ക് കേൾക്കുവാൻ സാധ്യമല്ല. So allow Jesus to say something. Ephphatha, the word of ephphatha, that means open, right? യേശു പറഞ്ഞു എഫാദ, അപ്പം അതിന്റെ അർത്ഥം തുറക്കപ്പെടട്ടെ എന്നുള്ളതാണ്. That is the reason you come to Jesus. Jesus, I am not at all able to hear. I am not at all able to speak. Do something in my life. That is means ephphatha, right? കാരണം അതുകൊണ്ടാണ് യേശുവിന്റെ അടുത്ത് വന്ന് പറയുന്നത്, കർത്താവെ എനിക്ക് കേൾക്കുവാൻ സാധിക്കുന്നില്ല, പറയാൻ സാധിക്കുന്നില്ല, എനിക്ക് ഒന്നും സാധിക്കുന്നില്ല, നീ എന്തെങ്കിലും ചെയ്യും. ഉടനെ യേശു പറയുന്നു എഫാദ, If you are തുറക്കട്ടെ. the person not able to hear, not able to speak, confirm. ഇപ്പം നിങ്ങളാണ് ആ വ്യക്തി, കേൾക്കാൻ പറ്റാത്തതും പറയാൻ പറ്റാത്തതുമായ സംസാരിക്കാൻ പറ്റാത്തതുമായ വ്യക്തി നിങ്ങളാണെങ്കിൽ, if you are the person not able to hear, the reason you are not at all able to hear, you are not at all able to speak, confirm. അപ്പം ഒരു കാര്യം ഓർക്കുക, നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ അത് സംസാരിക്കാനും സാധിക്കുന്നില്ല. So God, allow, do something in my life. God, Jesus, take his finger and put it inside the ear of the person. Then he look up the heaven. He says, Ephphatha. Then the things is. യേശു തന്റെ വിരലുകൾ എടുത്ത് ആ വ്യക്തിയുടെ ചെവിയിൽ വെച്ചുകൊണ്ട് എഫാദ എന്ന് പറഞ്ഞു, മുകളിൽ നോക്കി എഫാദ എന്ന് പറഞ്ഞു, അവൻ തുറക്കപ്പെട്ടു. The same thing, the same work needed each and everybody. Today's Christianity, today's believers, today's young people, today's family man, today's ministers itself. അതേ പ്രവർത്തനമാണ് ഇന്ന് നമ്മുടെ ഓരോ യൗവനക്കാരിലും ഓരോ ശുശ്രൂഷകരിലും ഓരോ വ്യക്തികളിലും ഓരോ കുടുംബങ്ങളിലും വെളിപ്പെടേണ്ടതും. We will pray and close the meeting. നമുക്ക് പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കാം. Heavenly Father, thank you for this wonderful day. സ്വർഗീയ പിതാവേ, ഈ നല്ലൊരു ദിവസത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. Lord, I am ready to allow, like Jesus, and every day open my ears. യേശു തന്റെ എല്ലാ പ്രഭാതത്തിലും ചെയ്തതുപോലെ കർത്താവെ, എന്റെ ചെവികളെ തുറക്കുവാൻ ഞാൻ അങ്ങേക്ക് അനുവാദം നൽകുന്നു, അവസരം നൽകുന്നു. Even the small situation also, I am ready to hear from you. കർത്താവെ, എന്റെ ജീവിതത്തിന്റെ ചെറിയ കാര്യങ്ങളിൽ പോലും ഞാൻ അങ്ങിൽ നിന്ന് കേൾക്കുവാൻ ആഗ്രഹിക്കുന്നു. I don't want to be a foolish man living on this earth. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മൂഢനെ പോലെ ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. Lord, I want to be the privilege of the new covenant, hear from him, to be my prophet, my wealth. കർത്താവെ, ഈ ഒരു പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ എന്റെ പ്രവാചകൻ എന്നൊരു നിലയിൽ ആ ഒരു ശബ്ദം കേട്ട് ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. According to your son's word, I want to live by the word proceeding in the mouth of God on my every situation, everyday life. എന്റെ ജീവിതത്തിന്റെ ഓരോ നിലകളിലും ഓരോ മേഖലകളിലും അങ്ങയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം വെച്ച് ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I don't want to be a person tough and dumb. I want to be a person hearing from God in every day and every year and every situation.
കർത്താവെ, ഞാനൊരു മൂഢനായോ ഒരു ബധിരനായോ ഇല്ലെങ്കിൽ ഒരു സംസാരിക്കാൻ കഴിയാത്തവനായിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അങ്ങിൽ നിന്ന് കേൾക്കുകയും അങ്ങിൽ നിന്ന് സംസാരിക്കാനും ആഗ്രഹിക്കുന്നു. Whoever hearing today, Lord, they will also understand this truth and raise up their heart to allow your work of open the ears. കർത്താവ്, ഇന്ന് ആരൊക്കെ ഞങ്ങളുടെ സന്ദേശം ശ്രവിക്കുന്നുവോ അവർക്കെല്ലാം അവരുടെ ജീവിതത്തിൽ തങ്ങളുടെ ചെവികൾ തുറക്കപ്പെടട്ടെ. Thank you, Lord. The great work started with Jesus and every mankind. യേശു ക്രിസ്തുവിൽ കൂടെ സകല മനുഷ്യ വർഗത്തിനും വേണ്ടി തുറക്കപ്പെട്ട ആ വലിയ പ്രവർത്തികൾക്കായി നന്ദി പറയുന്നു. We praise you, we honor you, we respect you, Lord. കർത്താവെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേ മഹത്വപ്പെടുത്തുന്നു, അങ്ങേക്ക് ഞങ്ങൾ സകല ബഹുമാനവും We നൽകുന്നു. bless whoever joining today. We bless the translator. We bless who are going to speak, going to hear, going to understand. കർത്താവെ, ഞങ്ങളുടെ മീറ്റിംഗിൽ പങ്കെടുത്ത ഓരോരുത്തരും അനുഗ്രഹിക്കുന്നു. ഇതിനെ കേട്ടവർക്കും ഇത് ആരൊക്കെ സംസാരിക്കുന്നു, ആരൊക്കെ പങ്കുവരുന്നു, അവരെല്ലാം ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. We pray in the name of Jesus. Amen. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ.